ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ DNA റെപ്ലിക്കേഷനാണ് ഇനി എടുക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കുറച്ച് ഒരുപാട് പേർക്ക് കൺസെപ്റ്റ് ഒന്നും ക്ലിയർ ആയിട്ട് വരാത്തൊരു പോർഷനാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പോർഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക, ഫുൾ കാണുക. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഈ DNA റെപ്ലിക്കേഷൻ ഞാനിപ്പോൾ എടുക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ NCERT ഞാൻ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് എൻട്രൻസ് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടെ NCERTന്ന് കുറച്ച് പുറത്തോട്ട് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ കുറച്ച് എക്സ്ട്രാ എൻസൈംസിനെ പറ്റിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനിയിട്ട് പഠിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്ക് എക്സാമിനാണെങ്കിൽ പോലും എക്സാമിന് ടീച്ചേഴ്സ് ആണെങ്കിലും പറഞ്ഞു തരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം നമുക്ക് NCERTയിൽ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ അറിഞ്ഞു വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ആൾക്കാർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമുക്ക് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഫീച്ചേഴ്സ്, ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം, കുറച്ച് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് എന്നാണ്, അല്ലെങ്കിൽ റെപ്ലിക്ക എന്നാണ്. അതായത് അതിൻ്റെ തന്നെ സിറോക്സ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ കോപ്പി എടുക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്രൈറ്റീരിയയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ അതിനെ വിളിക്കണമെങ്കിൽ. അപ്പോൾ നമുക്കറിയാം DNAക്കും RNAക്കും ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതാണ് DNA റെപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, സെൻട്രൽ ഡോഗ്മ ഫോർ മോളിക്കുലർ ബയോളജി നമ്മൾ പഠിച്ചു. DNAയിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. DNAയിൽ നിന്ന് RNA ഉണ്ടാകുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നു. RNAയിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടാകുന്നതിനെ ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് DNAയിൽ നിന്ന് DNA ഉണ്ടാകുന്നത്, അതിൻ്റെ റെപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് എൻസൈം, നമ്മുടെ NCERT പറയുന്ന എൻസൈംസ് എന്ന് മെയിനായിട്ട് പറയുന്നത് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. നമുക്ക് ഇത് വിട്ട് വേറെയും കുറച്ച് എൻസൈംസിനെ പഠിച്ചേ പറ്റത്തുള്ളൂ. അതായത് ഹെലിക്കേസ്, ടോപ്പോ ഐസോമറൈസ്, SSB, DNA ലൈഗേസ് നമ്മുടെ NCERT പറയുന്നുണ്ട്. DNA ലൈഗേസ്, ദെൻ RNA പ്രൈമേസ്. അപ്പോൾ ഇത്രയും ആൾക്കാരെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് NCERTയിൽ പോകാം. In living cells such as E. coli, the process of replication requires a set of catalysts like enzymes. The main enzyme is referred to as DNA-dependent DNA polymerase, since it uses a DNA template to catalyze the polymerization of the deoxynucleotides. These enzymes are highly efficient enzymes as they have to catalyze polymerization of a large number of nucleotides in a very short time. അപ്പോൾ ശരിക്കും DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വേറൊന്നുമില്ല. DNA എന്താണ്? ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. അപ്പോൾ ഈ ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിൻ്റെ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സിനെ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്കോളയുടെ കാര്യം അവർ പറയാണ്. ഈ ഇക്കോളയിൽ ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആക്ട് ചെയ്യുമ്പോൾ അത് അത്രയും സ്പീഡിലാണ്, അത്രയും ബേസ് പെയർസിന് അവർ പെയർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് 4.6 × 10⁻⁶ ബേസ് പെയർസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമനിലാണെങ്കിൽ നമുക്കറിയാം 6. അതായത് നമ്മൾ മറ്റത് പഠിച്ചു, ഹാപ്ലോയിഡ് കണ്ടന്റ് ആണെങ്കിൽ 3.3 × 10⁻⁹, ഡിപ്ലോയിഡ് ആണെങ്കിൽ 6.6 × 10⁻⁹ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇക്കോളയുടെ ഇത്രയും ബേസ് പെയർസിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വെറും 38 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും സ്പീഡിൽ, അപ്പോൾ ആലോചിച്ച് നോക്കണം എത്ര ഫാസ്റ്റിലാണ് ഈ എൻസൈം ആക്ഷൻ നടക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഒരു ബേസ് പെയർസിൻ്റെ തമ്മിലുള്ള ആ പെയറുകൾ തമ്മിൽ ഒട്ടും ചേഞ്ച് ആകാതെ തന്നെ ഓരോ സീക്വൻസും കറക്റ്റായിട്ട് തന്നെ ഫോം ചെയ്യിപ്പിക്കുകയും വേണം. അതായത് എന്തെങ്കിലും ബേസ് പെയർസിന് ഒരു ചേഞ്ച് ഉണ്ടായാൽ ഉടനെ അവിടെ എന്ത് സംഭവിക്കും? മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പോൾ അതുപോലും ഉണ്ടാകാതെ അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിൻ്റെ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷനിൽ പറയുന്നത്.
completes the replication within 38 minutes. That means the average rate of polymerization has to be approximately 2000 base pair per second. അപ്പോൾ അതൊന്നും വേണ്ട. Not only do these polymerizers have to be fast, but they also have to catalyze the reaction with high degree of accuracy. ഓക്കെ, അത് നല്ലതൊരു പോയിൻ്റാണ്. എനി മിസ്റ്റേക്ക് ഡ്യൂറിങ് ദ റെപ്ലിക്കേഷൻ വുഡ് റിസൾട്ട് ഇൻ ടു മ്യൂട്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ നമ്മൾ ഈ അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരികയാണെങ്കിൽ അത് ഉടനെ തന്നെ മ്യൂട്ടേഷനായിട്ട് സംഭവിക്കും. ഫർദർ മോർ എനർജറ്റിക്കലി റെപ്ലിക്കേഷൻ ഈസ് എ വെരി എക്സ്പെൻസീവ് പ്രോസസ്. ഡിയോക്സിറൈബോന്യൂക്ലിയോസൈഡ് ട്രയോസ്ഫോസ്ഫേറ്റ് സെർവസ് ഡുവൽ പർപ്പസസ്. നല്ലൊരു പോയിൻ്റാണ് കേട്ടോ. ഈ ഡിയോക്സിറൈബോന്യൂക്ലിയോടൈഡ്സിൻ്റെ 2 ഫങ്ഷൻസ് മെയിനായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നൈട്രോജിനസ് കോമ്പൗണ്ട്സ്, നൈട്രോജൻ ബേസസ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു സബ്സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും. അത് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എനർജി കൊടുക്കുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എനർജി എടുക്കുന്നത് ഈ നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിൽ എന്തുണ്ട്? ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്, നമുക്കറിയാം. ഇപ്പോൾ 3' 5' ഒക്കെ ഫോസ്ഫേറ്റ് ഉണ്ട്. ഈ ഫോസ്ഫേറ്റ് ബോണ്ടിനെ അവർ ബ്രേക്ക് ചെയ്യും. ഫോസ്ഫേറ്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് എനർജി റിലീസ് ചെയ്യും, ഇഷ്ടം പോലെ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി എല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഡിയോക്സിറൈബോന്യൂക്ലിയോസൈഡ് ട്രയോസ്ഫോസ്ഫേറ്റിന് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് അത് സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. 2 ഈ പോളിമറൈസേഷൻ റിയാക്ഷന് വേണ്ടിയിട്ടുള്ള എനർജി എല്ലാം കൊടുക്കും ബൈ ബ്രേക്കിംഗ് ദ ഫോസ്ഫേറ്റ് ബോണ്ട്സ്, ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്സ്. അപ്പോൾ അതാണ് 2 കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇൻ അഡീഷൻ ടു DNA ഡിപ്പെൻഡൻറ്റ് DNA polymerases, many additional enzymes are required to complete the process of replication with high degree of accuracy. For long DNA molecules, since the 2 strands of DNA cannot be separated in its entire length due to very high energy requirement, the replication occurs within a small opening of the DNA helix referred to as replication fork. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഓക്കെ, ഫസ്റ്റ് ഞാൻ ആ കഥ പറഞ്ഞുതരാം. ആ കഥ പറഞ്ഞു തന്നതിന് ശേഷം മാത്രം ഞാൻ NCERT-യിലോട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഒരു DNA നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, DNAയുടെ ഹെലിക്സ് സ്ട്രക്ചർ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഈ DNAയുടെ ഹെലിക്സ് സ്ട്രക്ചറിൽ നമുക്ക് ഫസ്റ്റ് ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഹെലിക്കേസ് എൻസൈം ആണ്. അതായത് ഹെലിക്കേസ് എൻസൈം വന്നിട്ട്, അല്ലെങ്കിൽ അൺവൈൻഡൈസ് എന്ന് പറയും. അതായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കോയിൽ ചെയ്ത് ഇരിക്കുന്നതിന് ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സിബ് വെച്ചിട്ട് പൂട്ടിയിരിക്കുന്നു, ഈ സിബിനെ ഇങ്ങനെ തുറക്കുകയാണ്. അപ്പോൾ അതാണ് ഹെലിക്കേസിൻ്റെ ഫംഗ്ഷൻ. DNA എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഹെലിക്കലായിട്ട് ഇങ്ങനെ പിണഞ്ഞ് കിടക്കുമ്പോൾ ഈ എൻസൈം ഹെലിക്കേസ് വന്നിട്ട് അതിലൊരു പോർഷനിൽ വന്ന് ആക്ട് ചെയ്ത് ഇതിനെ ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഒരു ഇൻവേർട്ടഡ് വൈ ഷേപ്ഡ് സ്ട്രക്ചർ കാണാൻ കഴിയും. ഈ ഇൻവേർട്ടഡ് വൈ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന്. അത് ഓർത്ത് വയ്ക്കുക. ഈ വൈ ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് പറയുന്നത് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന്. കാരണം ഇത് എല്ലാവർക്കും സംശയം വരുന്ന ഒരു സ്ഥലമാണ്. അതായത് റെപ്ലിക്കേഷൻ ഫോർക്കും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇത്രയും സംഭവിച്ചിട്ടുണ്ട്. ഹെലിക്കേസ് എൻസൈം വന്നു. ഹെലിക്കേസ് എൻസൈം വന്നിട്ട് DNA-യിൽ അൺവൈൻഡിങ് അല്ലെങ്കിൽ അൺസിപ്പിംഗ് ചെയ്തിട്ടുണ്ട്, അതായത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നതെന്ന് പറയുന്നത് SSB ആണ്. SSB പ്രോട്ടീൻസ് ആണ്. അപ്പം സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുമ്പോൾ ഈ 2 2 ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഫോർക്കിൻ്റെ 2 കോല് കണ്ടില്ലേ? ഈ കോലിന് നമ്മൾ പാരൻറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. കാര്യം എന്താണ്? ഇവരിൽ നിന്നാണ് ഇനി അടുത്ത ന്യൂ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ പാരൻറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ പാരൻറ്റ് സ്ട്രാൻഡിലെ രണ്ട് പാരൻറ്റ് സ്ട്രാൻഡിൽ എന്ത് സംഭവിക്കും? ഈ SSB ബൈൻഡിങ് പ്രോട്ടീൻസ് വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കും. എന്തിനാണ് ഈ SSB ബൈൻഡിങ് പ്രോട്ടീൻസ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇതൊരു കോയിലാണ്, ഇങ്ങനെ പിണഞ്ഞ് കിടക്കണം. പെട്ടെന്ന് നമ്മൾ ആ ഹൈഡ്രജൻ ബോണ്ട്സ് ഹെലിക്കേസ് വന്ന് ബ്രേക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കുമ്പോൾ പിന്നെയും അവർ അടുത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് തന്നെ 2 അറ്റത്തോട്ട് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ SSB പ്രോട്ടീൻസ് വന്നിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ റീഫോർമേഷൻ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പോ ഐസോമറൈസ് ആണ്. അടുത്ത എൻസൈം വരുന്നു ടോപ്പോ ഐസോമറൈസ്. ഈ ടോപ്പോ ഐസോമറൈസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതേ SSBയുടെ സെയിം ഫംഗ്ഷൻ തന്നെ. പക്ഷേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ടെൻഷൻ ഉണ്ടാവും. ഈ കോയിൽ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറുമ്പോഴത്തേന് 2 സെപ്പറേറ്റ് ആകുമ്പോഴത്തേന് അവിടെ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. ഈ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ടോപ്പോ ഐസോമറൈസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഡ്യൂസസ് ദ ടെൻഷൻ. നെക്സ്റ്റ് വരുന്നത്
ഇനിയാണ് പുതിയ ചെയിൻസ് നമ്മൾ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഓരോ സ്ട്രാൻഡിലും, അതായത് ഓരോ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ പാരൻറ്റ് സ്ട്രാൻഡിലും നമ്മൾ ഇനി പുതിയ പുതിയ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പെയിൻറ്റ് അടിക്കാൻ പോകുമ്പോഴത്തേന് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രൈമർ അടിക്കുമല്ലേ? അതുപോലെ തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സ്ട്രാൻഡ് നോക്കിക്കൊള്ളുക. അപ്പോൾ 2 സ്ട്രാൻഡുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് 5' to 3' ഡയറക്ഷൻ, ദെൻ 3' to 5' ഡയറക്ഷൻ. അങ്ങനെ 2 മെയിൻ സ്ട്രാൻഡുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് നമുക്ക് സ്ട്രാൻഡ് ഫോം ചെയ്യണമെങ്കിൽ, ഡോട്ടർ സ്ട്രാൻഡ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ആദ്യം RNA പ്രൈമർ വേണം. അപ്പോൾ ഈ പ്രൈമർ ഉണ്ടാക്കുന്നത് പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അപ്പോൾ ഈ RNA പ്രൈമർ വരണം. പ്രൈമർ വന്നാലേ അവിടെ വന്ന് അറ്റാച്ച് ചെയ്താൽ മാത്രമേ പിന്നെ അങ്ങോട്ടുള്ള സ്ട്രാൻഡ് സിന്തസിസ് നടക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? RNA പ്രൈമറിന് ഇവിടെ RNA പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് സിന്തസൈസ് ചെയ്യുന്നു. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ RNA പ്രൈമറിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇവർ ഈ 3' എൻഡിൽ വന്ന് മാത്രമേ അവർ ബൈൻഡ് ചെയ്യത്തുള്ളൂ. അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ ഈ RNA പ്രൈമർ വന്നിട്ട് 3' എൻഡിൽ മാത്രമേ ബൈൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ നമുക്ക് ഈ മെയിൻ സ്ട്രാൻഡ് എടുക്കുമ്പോൾ ഇവിടെ 3' എൻഡാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ 3' എൻഡിൽ വന്നിട്ട് RNA പ്രൈമർ വന്നിട്ട് ബൈൻഡ് ചെയ്യും. RNA പ്രൈമർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിന് പ്രശ്നമൊന്നുമില്ല, കാരണം പ്രോപ്പറായിട്ടുള്ള സ്ഥലമൊക്കെ കിട്ടി, 3' എൻഡൊക്കെ തന്നെ കിട്ടി, അതിന് സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ പറ്റി. അപ്പോഴത്തേന് ഇനി ആര് വരും? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ഇനി വരും. ഇവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് വന്നിട്ട് ഇനി ഈ RNA പ്രൈമറിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഈ RNA പ്രൈമറിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഇനിയാണ് സിന്തസിസ് ഓഫ് സ്ട്രാൻഡ് നടക്കാൻ പോകുന്നത്. ഇനി അവർ സ്ട്രാൻഡ് ഓരോന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കും? കാരണം ഇതിൻ്റെ നമുക്കറിയാം ഇത് ഓരോന്നും ഓപ്പോസിറ്റ് ആൻറ്റി പാരലൽ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ മറ്റതിപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു 5' to 3' ആണ് താഴോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും? 5' to 3' ആയിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ സിന്തസൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് വന്നിട്ട് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യും. അതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ട്രാൻഡ് ആയിരിക്കും, ഒരു ബ്രേക്കും ഇല്ല, സ്ട്രെയിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കും. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് അങ്ങനെ നമ്മുടെ ഈ ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ട്രാൻഡിലോട്ട് പോവുകയാണ്. ഈ അടുത്ത സ്ട്രാൻഡിലോട്ട് സിന്തസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ആകെ ഒരു പ്രശ്നം പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3' എൻ്റെ ഏറ്റവും മേലെയാണ് ഇരിക്കുന്നത്, അപ്പോൾ 5' എൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ RNA പ്രൈമർ വന്നിട്ട് അതിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഏറ്റവും മേലെ പോകേണ്ടി വരും. അപ്പോൾ അതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയത്തില്ല അടുത്ത സ്ട്രാൻഡിൽ വരുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ഓരോ സ്ഥലത്ത് പോയി ചെന്നിട്ട് ഈ RNA പ്രൈമർ അറ്റാച്ച് ചെയ്യും. ഈ ഓരോ സ്ഥലത്ത് പോയി ചെന്നിട്ട് RNA പ്രൈമർ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെയൊക്കെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് അൺസ്റ്റേബിൾ ആയിട്ടാണ് പോയി ചെന്നിട്ട് ഈ RNA പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ഫ്രാഗ്മെൻസുകളായിട്ട് DNA സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ് ഇവിടെ വിട്ട് ബ്രേക്കായി ഓരോ സ്ട്രാൻഡ്സുകൾ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രാൻഡ്സുകൾ ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ചെറിയ സെഗ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കും. അതായത് ഈ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് എൻട്രൻസ് പോയിന്റ് ആണ്. ഈ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കും. ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. കാരണം ഈ മറ്റത് ലീഡിങ് സ്ട്രാൻഡായിട്ട് നിൽക്കുകയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവനെയും സ്ട്രൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ കൊണ്ടുവരും? DNA ലൈഗേസിനെ കൊണ്ടുവരും. DNA ലൈഗേസ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. DNA ലൈഗേസ് എന്ത് ചെയ്യുന്നു? 2 ഫ്രാഗ്മെൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഗ്ലൂ ആണ്, ഒരു പശയാണ്, ഒട്ടിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് DNA ലൈഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിനെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സ്ട്രാൻഡ് ഫോം ആക്കി എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഫോം ചെയ്തത് ഏത് സ്ട്രാൻഡാണ്? ലീഡിങ് സ്ട്രാൻഡ് ആണെങ്കിൽ ഇപ്പുറത്ത് ഫോം ചെയ്തത് ലാഗിങ് സ്ട്രാൻഡാണ്, ലാഗ് ചെയ്ത് പോകുന്ന സ്ട്രാൻഡാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു ക്വസ്റ്റ്യൻ ടെലഗ്രാമിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ്, ഏത് ഡാഷിന് ഏത് ഡാഷിലോട്ടാണ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' എൻഡാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, RNA പ്രൈമർ വന്നിട്ട് അതിൻ്റെ ആക്ഷൻ നടത്തണമെങ്കിൽ അത് 3' എൻഡിൽ മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഡയറക്ഷൻ സെയിം തന്നെയാണ്, 5' to 3' ഡയറക്ഷൻ. ഓക്കെ, 3' എൻഡിലെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ RNA പ്രൈമർ. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3' എന്ന് പറയുന്നത്
ടെംപ്ലേറ്റ് അല്ലെങ്കിൽ പാരന്റ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴീനെ ഞാൻ എടുത്ത് വല്ല കിണറ്റിൽ എറിയും. അപ്പോൾ ഈ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ 3' എൻഡ് എന്ന് പറയുന്നത് പാരന്റ് സ്ട്രാൻഡിൻ്റെ 3' എൻഡിൽ നിന്നാണ് RNA പ്രൈമറിൻ്റെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ RNA പ്രൈമറിൻ്റെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എല്ലാത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5' to 3' എൻഡിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, വാട്ട് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് എവിടെ നിന്നാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെയാണ്, ആ ഒരു എൻഡിനെയാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യുക്കാരിയോട്സിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ DNA ഇങ്ങനെ എന്താ കറങ്ങി കിടക്കുമ്പോൾ ഓരോ സ്ഥലത്ത് വന്നിട്ട് ഓപ്പൺ ചെയ്യും, അതായത് നമ്മുടെ അൺവൈൻഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോ സ്ഥലവും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആവും, കാരണം ഓരോ പോയിന്റിലും അവിടെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം 3 സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ 3 സ്ഥലം ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആയിട്ട് മാറും. പക്ഷേ പ്രൊക്കാരിയോട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. ഒറ്റ സ്ഥലമാണ്, ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ റെപ്ലിക്കേഷൻ ഫോർക്കും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് NCERT DNA ഡിപ്പെൻഡന്റ് DNA polymerase catalyze polymerization only in one direction, that is 5' to 3' direction. Consequently, on one strand the template with polarity 3' to 5', 3' to 5', the replication is continuous process, അതായത് നമ്മുടെ leading strand, while the other one, the template with the polarity 5' to 3' direction ഈസ് ഡിസ്കണ്ടിന്യൂസ്. അത് നമ്മുടെ ലാഗിങ് സ്ട്രാൻഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദ ഡിസ്കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ഫ്രാഗ്മെന്റ്സ് ആർ ലേറ്റർ ജോയിൻഡ് ബൈ ദ എൻസൈം DNA ligase. DNA ligase എന്ന് പറയുന്നത് നമ്മുടെ പശയാണ്. ദ DNA polymerases on their own cannot initiate the process of replication. Also, the replication do not initiate randomly at any place in the DNA. There is a definite region in E. coli DNA where the replication originates. Such region are termed as origin of replication. അപ്പോൾ origin of replication എന്ന് വെച്ചാൽ എവിടെയാണോ replications ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ origin of replication എന്ന് വിളിക്കുന്നത്. It is because the requirement of the origin of replication that a piece of DNA if needed to be propagated during recombinant DNA procedures requires a vector. This vector provides the origin of replication. ഒന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് നിങ്ങളടുത്ത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് സെൽ ഡിവിഷൻ്റെ ഏത് ഫേസിലാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ DNA സിന്തസിസ് നടക്കുന്ന സമയത്ത് ആ ഫേസ് നിങ്ങളിപ്പോൾ ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയൊരു കാര്യം പറയുകയാണ്. ഈ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് DNA സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട്, പക്ഷേ അവിടെ സെല്ല് സെപ്പറേറ്റ് ആയി പോകുന്നില്ലെങ്കിൽ അത് പ്ലോയിഡി കണ്ടീഷനിലോട്ട് പോകും. അപ്പോൾ ഈ പ്ലോയിഡി കണ്ടീഷനിലോട്ട് പോകുമ്പോഴത്തേനും അബ്നോർമൽ ആയിട്ടുള്ള ക്രോമസോംസ് നമ്പറും അബ്നോർമൽ ആയിട്ടുള്ള സെൽ നമ്പറും ഒക്കെ ഉണ്ടാകും. അതാണ് നമ്മുടെ അന്യൂപ്ലോയിഡി, പോളിപ്ലോയിഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലോട്ട് പോകുക. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ വേറൊരു പോർഷനായിട്ട് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഫേസ് ആണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.